ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് ലൈൻമാൻ എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 24 പൈ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് വിസ്തീർണം എത്ര? സൊല്യൂഷൻ. ഇവിടെ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, വിസ്തീർണം കണ്ടുപിടിക്കണം. വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഏരിയ A = πr². ഇവിടെ വൃത്തത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. വൃത്തത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ P = 2πr ആണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2πr ആണ്. ചുറ്റളവ് ഇവിടെ തന്നിട്ടുണ്ട്. 2πr = 24 പൈ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് റേഡിയസ് എത്രയെന്ന് കണ്ടുപിടിക്കാം. റേഡിയസ് R = 24 പൈ ഡിവൈഡഡ് ബൈ 2π. പയ്യും പയ്യും വെട്ടിപ്പോയി. 24/2 12. അപ്പോൾ റേഡിയസ് = 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ A = πr². പൈ ഇൻറ്റു r². 12 സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ 144. 144 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ -100, ഓപ്ഷൻ ബി -125, ഓപ്ഷൻ സി -1, ഓപ്ഷൻ ഡി 0. സൊല്യൂഷൻ. ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നതിൽ 0 ഒഴികെ ബാക്കി 3 സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളാണ്. നെഗറ്റീവ് സംഖ്യകളെല്ലാം 0ത്തേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ 0 ആണ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു കാർ യാത്രയുടെ ആദ്യ പകുതി 70 km/മണിക്കൂർ വേഗതയിലും മറ്റേ പകുതി 80 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ച് 15 മണിക്കൂർ സമയം കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്നു എങ്കിൽ യാത്രയുടെ ആകെ ദൂരം എത്ര? സൊല്യൂഷൻ. ഇങ്ങനെ പകുതി ദൂരം സഞ്ചരിച്ച സ്പീഡുകളും ആകെ സഞ്ചരിച്ച സമയവും തന്നിട്ട് യാത്രയുടെ ആകെ ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് D = 2 ഇൻറ്റു ടൈം ഇൻറ്റു S1 S2 ഡിവൈഡഡ് ബൈ S1 + S2 എന്ന ഫോർമുല യൂസ് ചെയ്താൽ മതി. S1 S2 സ്പീഡ്. ഒന്നുകൂടെ പറയാം. ഇങ്ങനത്തെ ചോദ്യം, അതായത് ഹാഫ് ഡിസ്റ്റൻസ് പകുതി ദൂരം സഞ്ചരിച്ച സ്പീഡും ആകെ സഞ്ചരിച്ച സമയവും തന്നാൽ ആകെ ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആകെ ദൂരം ഡിസ്റ്റൻസ് D = 2 ഇൻറ്റു ടൈം ഇൻറ്റു S1 S2 ഡിവൈഡഡ് ബൈ S1 + S2. S1 S2 സ്പീഡാണ്. അപ്പോൾ ഇവിടെ S1 70 km/h, S2 80 km/h, ടോട്ടൽ ടൈം 15 അവർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് D = 2 ഇൻറ്റു ടൈം 15 ഇൻറ്റു S1 S2 70 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 70 + 80 150 ഈസ് ഈക്വൽ ടു 1120 കിലോമീറ്റർ ആണ്. 1120 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം, 3³ + 3³ + 3³ തുല്യമായത് ഏതാണ്? സൊല്യൂഷൻ. 3³ + 3³ + 3³ = ഇവിടെ 3 3 ക്യൂബുകളുണ്ട്.
3 ക്യൂബ്. ഒരു സംഖ്യ വെറുതെ എഴുതിയാൽ അതിൻ്റെ പവർ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 3ൻ്റെ പവർ 1 ആണ്. അപ്പോൾ 3⁻1 ഇൻറ്റു 3⁻3 ഈസ് ഈക്വൽ ടു 3⁴. 3⁴ വന്നത് a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m+n ആണ്. അപ്പോൾ ഇവിടെ 3⁻1 ഇൻറ്റു 3⁻3 ഈസ് ഈക്വൽ ടു 3⁻1+3, അതായത് 3⁴. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം: ഒരു സംഖ്യയുടെ 24% 96 ആണെങ്കിൽ സംഖ്യ എത്ര? സൊല്യൂഷൻ: സംഖ്യേനെ എക്സ് ആയിട്ട് എടുക്കാം. സംഖ്യ എക്സ്. സംഖ്യയുടെ 24% 96, അതായത് എക്സിൻ്റെ 24%. എക്സ് ഇൻറ്റു 24%, 100ൽ 24 ഈസ് ഈക്വൽ ടു 96. ദെർഫോർ സംഖ്യ എക്സ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 96 ഡിവൈഡഡ് ബൈ 24. 24 4 96, 100 ഇൻറ്റു 4 400. സംഖ്യ 400. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം: 3, 10, 17 എക്സെട്ര എന്ന സമാന്തര പ്രോഗ്രഷൻ്റെ 10ാമത്തെ പദം ഏത്? സൊല്യൂഷൻ: ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-ാം പദം an ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ a ആദ്യ പദം, n പദങ്ങളുടെ ആകെ എണ്ണം, d പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ a ആദ്യ പദം 3, n പദങ്ങളുടെ ആകെ എണ്ണം, n 10, പൊതുവ്യത്യാസം d, അതായത് കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു t2 മൈനസ് t1 ആണ്. അതായത് 2ാം പദം മൈനസ് 1ാം പദം, അതാണ് പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ 2ാം പദം 10, 1ാം പദം 3, 10 മൈനസ് 3, 10 മൈനസ് 3 7 പൊതുവ്യത്യാസം. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. an, അതായത് 10ാം പദം a10 ഈസ് ഈക്വൽ ടു ആദ്യ പദം 3 പ്ലസ് n-1, 10 മൈനസ് 1 9 ഇൻറ്റു പൊതുവ്യത്യാസം d 7. 3 പ്ലസ് 9 7 63. 3 പ്ലസ് 63 66 ആൻസർ ഓപ്ഷൻ സി. ചോദ്യം: ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും 7 കുറച്ചാൽ 113 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? സൊല്യൂഷൻ: സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. സംഖ്യയുടെ 5 മടങ്ങ്, അതായത് 5x, 5 മടങ്ങിൽ നിന്ന് 7 കുറച്ചാൽ, അതായത് 5x മൈനസ് 7 കുറച്ചാൽ 113 കിട്ടും. അപ്പോൾ 5x മൈനസ് 7 ഈസ് ഈക്വൽ ടു 113. അപ്പോൾ 5x ഈസ് ഈക്വൽ ടു 113 മൈനസ് 7 RHSലോട്ട് പോകുമ്പോൾ പ്ലസ് 7 ആവും. അപ്പോൾ 113 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 120. 5x ഈസ് ഈക്വൽ ടു 120. ദെർഫോർ സംഖ്യ എക്സ് ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 24. ആൻസർ ഓപ്ഷൻ ബി. ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പ വഴി സംഖ്യയുടെ ഇരട്ടി എടുക്കുക, 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ 120ൻ്റെ ഇരട്ടി 240 240നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 24 കിട്ടും. ഓക്കെ, അങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ചോദ്യം: സിമൻറ്റും മണലും ചേർത്ത് 3:5 അംശബന്ധത്തിൽ ഒരു മിശ്രിതം തയ്യാറാക്കാൻ 100 കിലോഗ്രാം മണൽ ഉപയോഗിക്കുന്നുവെങ്കിൽ എത്ര കിലോഗ്രാം സിമൻറ്റ് ഉപയോഗിക്കണം? സൊല്യൂഷൻ: സിമൻറ്റും മണലും ചേർന്ന മിശ്രിതത്തിൻ്റെ റേഷ്യോ, അതായത് സിമൻറ്റ് ഈസ് ടു മണൽ 3:5. മണൽ 100 കിലോഗ്രാമാണ്. സിമൻറ്റ് എത്ര കിലോഗ്രാം ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ സിമൻറ്റിൻ്റെ മണലിൻ്റെ റേഷ്യോ 3:5 അപ്പോൾ സിമൻറ്റിനെ 3x ആയിട്ട് എടുക്കാം.
മണലിന് 5x എന്ന് എടുക്കാം. മണൽ എത്ര കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്, 100 കിലോഗ്രാം എന്ന്. അപ്പോൾ ഇവിടെ മണൽ അതായത് 5x ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 100/5 20 എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ സിമൻറ്റ് 3x ആണ്. സിമൻറ്റ് ഈസ് ഈക്വൽ ടു 3x ആണ്. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 × 20 60 കിലോഗ്രാം. 60 കിലോഗ്രാം ആണ് സിമൻറ്റ്. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 3.59 × 2.91 ഡിവൈഡഡ് ബൈ 3.25 സ്ക്വയർ മൈനസ് 0.34 സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. 3.59 × 2.91 ഡിവൈഡഡ് ബൈ 3.25 സ്ക്വയർ മൈനസ് 0.34 സ്ക്വയർ. ഡിനോമിനേറ്ററിൽ 3.25 സ്ക്വയർ മൈനസ് 0.34 സ്ക്വയർ. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ ഇതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ 3.59 ഇൻറ്റു 2.91 ഡിവൈഡഡ് ബൈ 3.25 പ്ലസ് 0.34 ഇൻറ്റു 3.25 മൈനസ് 0.34. അപ്പോൾ ഇവിടെ 3.25 പ്ലസ് 0.34. 5 4 9 3 2 5 പോയിൻറ്റ് 3.59 3.25 മൈനസ് 0.34. 5 4 പോയാൽ 1, 12 3 പോകുമ്പം 9. അതിവിടെ കൂട്ടി, ഇവിടെ കൂട്ടുമ്പോൾ 3 മൈനസ് 1 2 വരും. 2.91. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ വരും. 3.59 ഇൻറ്റു 2.91 ഡിവൈഡഡ് ബൈ 3.59 ഇൻറ്റു 2.91 ഈസ് ഈക്വൽ ടു വെട്ടിപ്പോകും. അപ്പോൾ 1 ഉത്തരം കിട്ടും. ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ. ഒരു സംഘത്തിൽ ആകെ 50 പേരുണ്ട്. അതിൽ 20 പേരുടെ ശരാശരി വയസ്സ് 30ഉം ബാക്കി 30 പേരുടെ ശരാശരി വയസ്സ് 20ഉം ആയാൽ ആകെയുള്ള 50 പേരുടെ ശരാശരി വയസ്സ് എത്ര? സൊല്യൂഷൻ. ശരാശരി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ഇവിടെ 50 പേരുടെ ശരാശരി വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ 50. 50 പേരുടെ ആകെ വയസ്സ് ടോട്ടൽ എത്രയെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 20 പേരുടെ ശരാശരി വയസ്സും 30 പേരുടെ ശരാശരി വയസ്സും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 20 പേരുടെ ആകെ വയസ്സും 30 പേരുടെ ആകെ വയസ്സും കിട്ടും. അത് തമ്മിൽ കൂട്ടിയാൽ 50 പേരുടെ ആകെ വയസ്സ് കിട്ടും. അപ്പോൾ ഇവിടെ 20 പേരുടെ ശരാശരി വയസ്സ് 30 ആണ്. അപ്പോൾ 20 പേരുടെ ടോട്ടൽ ഏജ് 20 × 30 600. അതായത് ടോട്ടൽ ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പോൾ ഇവിടെ 20 പേരുടെ ആകെ വയസ്സ് ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും ടോട്ടൽ ഏജ്. അപ്പോൾ ഇവിടെ 30 പേരുടെ ശരാശരി വയസ്സ് 20 ആണ്. അപ്പോൾ 30 പേരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 30 × 20 ആയിരിക്കും. ആവറേജ് ഇൻറ്റു നമ്പർ. അപ്പം 30 × 20 600. 30 പേരുടെ ആകെ വയസ്സ് 600. അപ്പോൾ ഇവിടെ 30 20 50 പേരുടെ ആകെ വയസ്സ് 50 പേരുടെ ടോട്ടൽ
ഏജ് ഈസ് ഈക്വൽ ടു 600 പ്ലസ് 600 1200. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ 1200. 1200 ഡിവൈഡ് ബൈ നമ്പർ 50 ആവറേജ് 24. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്